നേരെ ചൊവ്വേ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ പോലും പറ്റില്ലെന്ന് വെച്ചാൽ എന്തു ചെയ്യും? കുനിഞ്ഞു പോയാൽ ഏതാണ്ട് നഷ്ടപ്പെടുമെന്ന പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് കൊട്ടാരക്കരയിലെ യുവ വ്യവസായിക്ക് പറ്റിയത്. ഉള്ളതെല്ലാം കടമാക്കി MC റോഡരികിൽ ലോവർ കരിക്കത്ത് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ തുടങ്ങിയതാണ് കുണ്ടറ സ്വദേശി ശ്രീരാജ്. നാട്ടിലെല്ലാം പുതിയത് തുടങ്ങാൻ ബെസ്റ്റ് സമയമായതുകൊണ്ട് ശ്രീരാജിനും വെച്ചടി കയറ്റമായിരുന്നു. കയറിയത് കടമായിരുന്നു എന്ന് മാത്രം. അപ്പോഴാണ് 3 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് അത് സംഭവിച്ചത്. സഹായിയായ ചേട്ടൻ ഉച്ചയൂണിന് പോയതോടെ മൂത്രശങ്ക അധികമായ ശ്രീരാജ് സ്റ്റേഷനിലെ തന്നെ ടോയ്ലറ്റിൽ പോയ സമയമേ ആയുള്ളൂ. ഒരു ആക്രി വ്യാപാരി കടയിലിരുന്ന പണം മുഴുവൻ എടുത്തുകൊണ്ടുപോയി. അന്യായ മിടുക്കനായ കള്ളൻ. ചുറ്റിലും കടകളും ആൾക്കാരും. 1 മിനിറ്റ് മൂത്രമൊഴിച്ച സമയത്ത് ഇല പോലും അനങ്ങാതെ പണമെടുത്തവനെ നമിക്കണം. നമുക്ക് രസം തോന്നുമെങ്കിലും ശ്രീരാജിൻ്റെ അവസ്ഥ അതല്ല. രൂപ 1 മിനിറ്റ്. ജസ്റ്റ് ആ വീഡിയോ നോക്കിയാൽ അറിയാം. പുള്ളി വരുന്നു, പുള്ളിയുടെ സാധനം ഇവിടെ നിൽക്കുന്നു. പുള്ളിക്ക് ആക്രി ഒന്നുമല്ല ലക്ഷ്യം. ഞാനതുകൊണ്ട് ഇവിടെ ഒരുപാട് പാർട്ട് ടൈം അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ കിടക്കുന്നു. മിഷനറി ആണെന്നുണ്ടെങ്കിലും പുള്ളിക്ക് എടുത്തുകൊണ്ട് പോകുന്ന ചെറിയ മെഷീൻ നമ്മുടെ ഉണ്ട്. അതൊന്നുമല്ല, പുള്ളി ഇവിടെ നിന്നു അങ്ങോട്ട് തന്നെയാണ്. പുള്ളി ഇവിടെ നിന്നു അങ്ങോട്ട് തന്നെ പോയി അവിടെ ഈ പൈസ ഇരിക്കുന്നുണ്ടെന്ന് പുള്ളിക്ക് ഉറപ്പാണ്. അവിടെ പോയി നോക്കി അവിടെ നിന്ന് എടുക്കുക, പോക്കറ്റ് വെക്കുക, പുള്ളി സ്ഥലം ഒരു പാണ്ടക്കതിനകത്ത് നിറച്ച് കുപ്പിയുണ്ട്. അപ്പോൾ അത് താത്ത് വെച്ച് ഇടുന്നതിൻ്റെ സൗണ്ട് പോലും നമ്മൾ കേൾക്കുന്നില്ല. കാരണം അത്രയ്ക്ക് പ്രിസിഷനായിട്ടാണ് പുള്ളി അത്ര സാധനം താഴെ ഇട്ടത്. ഇട്ടുക, നേരെ അവിടേക്ക് ചെല്ലുക, പൈസ എടുക്കുക, പോവുക. പണം കാണാതായപ്പോൾ സ്വാഭാവികമായും ഒപ്പമുള്ള ജോലിക്കാരനെ സംശയമായി. ആ ചേട്ടൻ ഭഗവാന്റെ മുന്നിലാണ് എല്ലാ പണവും വെക്കുന്നത്. അവിടെ നിന്നും താൻ എടുക്കില്ലെന്ന് ആണയിട്ട് പറഞ്ഞു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീരാജ് CCTV പരിശോധിച്ചപ്പോഴാണ് മിന്നൽ മോഷണത്തിൻ്റെ ഉപജ്ഞാതാവിനെ കണ്ടെത്തിയത്. ഇതും കോപ്പി ചെയ്ത് വലിയ പ്രതീക്ഷയോടെ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകി. എല്ലാവർക്കും കിട്ടാറുള്ളതുപോലെ ശ്രീരാജിനും കിട്ടി മറുപടി: ഞങ്ങൾ അന്വേഷിക്കാം. പിന്നെ പ്രതിയെ പിടിച്ചാലും പണം നിങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന പ്രതീക്ഷിക്കേണ്ട എന്ന ഉശിരൻ മറുപടി. പരാതി നൽകുന്നത് മാനാഭിമാനമുള്ളവർക്കുള്ള പണിയല്ലെന്ന തിരിച്ചറിവിൽ കടലാസും സമയവും നഷ്ടപ്പെട്ട വ്യഥയിൽ അദ്ദേഹം തിരികെ നടന്നു. നമുക്ക് ആകെ കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. അതൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓടിച്ചുകൊണ്ട് പോകുന്ന പൈസ 2 ദിവസത്തെ കളക്ഷൻ്റെ പൈസയാണ്. ഇവിടെ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അന്നേ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. ഇതുവരെ ഇങ്ങോട്ട് എൻക്വയറി ആയിട്ടൊന്നും വന്നിട്ടില്ല. CCTV നമ്മൾ റെക്കോർഡിംഗ് എല്ലാം അവിടെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. സമയത്തിനൊപ്പം പണം കൂടി നഷ്ടപ്പെട്ടതോടെ മൂത്രമൊഴിക്കുന്ന സമയം കൊണ്ട് പണം കവരുന്ന ആ മിന്നൽ മോഷ്ടാവിനെ ഒന്ന് കണ്ടു കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഉടമ. കുണ്ട്രയിൽ നിന്നും കൊട്ടാരക്കരയിലെത്തിയത് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ്. ബിസിനസ് തീരെ കുറഞ്ഞ പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് പിച്ചക്കാരനെ പോക്കറ്റടിക്കുന്നത് പോലെ തൻ്റെ കടയിൽ കവർച്ച നടത്തിയ വേദനയിലാണ് ഈ യുവ സംരംഭകൻ.